Hi, dears. Today we are going to discuss a short story, A Scarf, written by Carol Shields. Carol Ann Shields. Carol Ann Shields was an American born Canadian author. She is best known for her 1993 novel, The Stone Diaries, which won the US Pulitzer Prize for Fiction as well as the Governor General's Award in Canada. Shields was the author of several novels and short story collections. In her works, Carol Shields deals with the themes of identity and recognition and the impossibilities of complete understanding between two persons. The story A Scarf begins with the declaration of Mrs. Winter, the narrator of the story, that 2 years ago I wrote a novel. Mrs. Winter is a middle aged woman and it was her first novel. Her novel is described as a fresh, bright springtime piece of fiction in the Publishers Weekly. Her novel's title is My Time is Up. When it was published, she did not know who is going to buy this, and her publisher, Mrs. Scribano, opined that young working girls may buy it, and she said that her novel is full of loneliness and insecurity. സ്കാഫ് എന്ന ഈ ഷോർട്ട് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഈ സ്റ്റോറിയുടെ നരേറ്ററായ മിസസ് വിൻ്ററിൻ്റെ ഒരു ഡിക്ലറേഷനോട് കൂടിയിട്ടാണ്. 2 years ago I wrote a novel. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നോവൽ അവരുടെ ആദ്യത്തെ നോവലാണ്. മിസസ് വിൻ്റർ ഒരു മിഡിൽ ഏജ്ഡ് വുമണാണ്. അവർ 2 വർഷം മുൻപാണ് ആദ്യമായിട്ട് ഒരു നോവൽ എഴുതുന്നത്. ആ നോവലിനെ കുറിച്ച് പബ്ലിഷേഴ്സ് വീക്ക്ലി എന്ന് പറഞ്ഞ ജേണലിൽ വന്നിട്ടുള്ള ഒരു വാക്കുകളാണ്. എ ഫ്രഷ് ബ്രൈറ്റ് സ്പ്രിംഗ് ടൈം പീസ് ഓഫ് ഫിക്ഷൻ എന്നാണ് പബ്ലിഷേഴ്സ് വീക്ക്ലിയിൽ മിസസ് വിൻ്ററിൻ്റെ നോവലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മൈ ടൈം ഈസ് അപ്പ് എന്നാണ് മിസസ് വിൻ്ററിൻ്റെ നോവലിൻ്റെ ടൈറ്റിൽ. അവൾ ആ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മിസസ് വിൻ്ററിന് അറിയുന്നുണ്ടായിരുന്നില്ല ആരൊക്കെയാണ് തൻ്റെ ഈ നോവൽ വായിക്കുക എന്നൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു മിസസ് വിൻ്ററിന്. ആ സമയത്ത് അവരുടെ പബ്ലിഷറായ മിസസ് സ്ക്രിബാനോ അവരോട് പറയും, യങ് വർക്കിംഗ് ഗേൾസ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർക്ക് വാങ്ങിയേക്കാം എന്ന് മിസസ് വിൻ്ററിനോട് പറയുകയുണ്ടായി. കാരണം ഈ ഒരു വർക്കിൽ മുഴുവൻ ലോൺലിനെസ്സും ഇൻസെക്യൂരിറ്റിയും ആണ് എന്നാണ് അവരുടെ പബ്ലിഷറായ മിസസ് സ്ക്രിബാനോ മിസസ് വിൻ്ററിനോട് പറഞ്ഞത്. When the novel was published, it was not much recognized. While her husband consoled her by saying that good books might get recognition over time. Her husband Tom and her children are her support. She has 3 daughters, Nancy, Chris and Nora. They were happy about the book because they were mentioned by name in People. Mrs. Rita Winters lives on a farm outside Lancaster, Pennsylvania with her husband who is a family physician. Among her 3 daughters, Nora is the most literary girl. Both Nancy and Chris are interested in advanced science. മിസസ് വിൻ്ററിൻ്റെ ബുക്ക് മൈ ടൈം ഈസ് അപ്പ് പബ്ലിഷ് ചെയ്തപ്പോഴും അതിന് വേണ്ടത്ര റെക്കഗ്നീഷനൊന്നും ലഭിച്ചില്ല. കൂടുതൽ ആളുകളൊന്നും അത് വാങ്ങുകയൊന്നും ചെയ്തില്ല. അപ്പോഴും അവളുടെ ഹസ്ബൻഡായ ടോമാണ് അവളെ ആശ്വസിപ്പിച്ചത്. കാരണം ഇപ്പം ഇറങ്ങിയിട്ടുള്ള പുസ്തകം ഈ ഒരു പീരീഡിൽ അതിൻ്റെ റെക്കഗ്നിഷൻ ലഭിച്ചില്ലെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡായ ടോമാണ് മിസസ് വിൻ്ററിനെ ആശ്വസിപ്പിക്കുക. മിസസ് വിൻ്ററിൻ്റെ ഹസ്ബൻഡാണ് ടോം. അവർക്ക് 3 കുട്ടികളാണുള്ളത്. 3 പെൺകുട്ടികളാണ്, നാൻസി, ക്രിസ്, നോറ. ആ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ട്. അവർ ഈ ഒരു ബുക്കിന് എത്ര ഓഡിയൻസിന് കിട്ടി അതിനെക്കുറിച്ചൊന്നും അവർ കൺസേൺഡ് അല്ല. അവർ ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതോടുകൂടെ ആ ബുക്കിനെയും അതുപോലെ അതിൻ്റെ റൈറ്ററായ റീത വിൻ്റേഴ്സിനെയും കുറിച്ച് പത്രത്തിലും മാഗസീൻസിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. സോ അതിൽ ആ മാഗസീനിലും പത്രങ്ങളിലൊക്കെ റീത വിൻ്റേഴ്സിൻ്റെ കൂടെ അവരുടെ ഫാമിലി എന്ന നിലയ്ക്ക് ടോമിനെ കുറിച്ചിട്ടും അവരുടെ മക്കളായിട്ടുള്ള നാൻസി, ക്രിസ്, നോറ അവരെ കുറിച്ചിട്ടും പത്രത്തിലും മാഗസീൻസിലൊക്കെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഇവരുടെ പേരും പത്രത്തിലൊക്കെ വന്നത് കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായി. മിസസ് റീത ലങ്കാസ്റ്ററിലാണ് താമസിക്കുന്നത് അവരുടെ ഹസ്ബൻഡിനും കുട്ടികളോടും കൂടെ. മിസസ് റീത വിൻ്റേഴ്സിൻ്റെ ഹസ്ബൻഡ് ഒരു ഫാമിലി ഫിസിഷ്യനാണ്.
മിസ്സസ് വിൻറ്റേഴ്സിൻ്റെ 3 മക്കളിൽ നോറയാണ് ഏറ്റവും പാവമായിട്ടുള്ളത്. അവളൊരു ലിറ്റററി ഗേളാണ്. കൂടുതൽ ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ള കുട്ടിയാണ് നോറ. നാൻസിക്കും ക്രിസിനും സയൻസിനോടാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. മിസ്സസ് റീത്ത വിൻറ്റേഴ്സ് നോവൽ മൈ ടൈം ഈസ് അപ്പ് ഹാസ് won the Offenden Prize. The Offenden Prize was awarded by an old couple. They said they gave this award to this novel because this novel contains a beginning, middle, and an end. It recognizes quality and honors accessibility. After the ceremony function, she said goodbye to the family and traveled to Washington, as she was offered 3-book city tour by her publisher. She decided to go for shopping as Nora's birthday is coming up within a week's time. Nora longed for a beautiful and serious scarf. She decided to buy Nora the perfect scarf. റീത്ത വിൻറ്റേഴ്സിൻ്റെ ബുക്കിന് അധികം റെക്കഗ്നിഷനൊന്നും ആളുകളുടെ ഇടയിൽ ലഭിച്ചില്ലെങ്കിലും അവരുടെ ഈ ഒരു നോവലിന് ഒഫൻഡൻ പ്രൈസ് കിട്ടി. ഒഫൻഡൻ പ്രൈസ് നൽകിയിരുന്നത് ഒരു ഓൾഡ് കപ്പിളാണ്. അവർക്ക് ഈ ഒരു കണ്ടംപററി നോവലിനോടൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കണ്ടംപററി നോവൽ നിങ്ങൾക്കറിയാം, അതിനൊരു ബിഗിനിങ്ങോ മിഡിലോ എൻഡോ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അവർ ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ആ പഴയ രീതിയിലുള്ളൊരു നോവലിനായിരുന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഒരു ഓൾഡ് കപ്പിൾ. അതുകൊണ്ട് തന്നെ അവർ ഈ ഒഫൻഡൻ പ്രൈസ് നൽകിയത് റീത്ത വിൻറ്റേഴ്സിൻ്റെ നോവലിനാണ്. അതിനവർ കൊടുക്കാൻ കാരണമായിട്ട് പറഞ്ഞത് ആ നോവലിന് ഒരു ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ട് എന്നതുകൊണ്ടാണ്. ആ ഒരു അവാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ റീത്ത വിൻറ്റേഴ്സിന് ഒരു ഓഫർ വരികയാണ്. അവർക്കൊരു പ്രൈസ് മണി കിട്ടുന്നുണ്ട് ആ ഒരു പ്രൈസ് കിട്ടിയതോടുകൂടെ. അതുപോലെ തന്നെ ഈ ബുക്കിന് ഒരു അവാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് 3 സിറ്റിയിലേക്ക് പോകാൻ സാധിക്കും. ആ 3 സിറ്റിയിൽ പോയിട്ട് ഈ ഒരു ബുക്ക് ആ ഓരോ സിറ്റിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആണ് അവർ ചെയ്യേണ്ടത്. സോ അതാണ് ഒരു ത്രീ ബുക്ക് സിറ്റി ടൂർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആ ഒരു പ്രൈസ് വാങ്ങിയതിന് ശേഷം അവർ സിറ്റി ടൂറിന് വേണ്ടിയിട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ അവർ അവിടെ ഒരു പുതിയ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് എന്ത് ചെയ്യണം, അവരാദ്യം അവിടെ പോയി ഈ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം കുറേ ഫ്രീ ടൈം കിട്ടുകയാണ്. അവിടെ പോയാൽ ഇവരേനെ അറിയുന്ന അധികം ആളുകളൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം ഒരു ന്യൂ റൈറ്ററാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ന്യൂസ് റിപ്പോർട്ടേഴ്സും ആരും ഉണ്ടായിരിക്കില്ല. സോ കുറേ സമയം അവർക്ക് വെറുതെ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും. സോ അവരുടെ മകളായ നോറയുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക് വരുന്നത്. സോ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിക്കുകയാണ് റീത്ത വിൻറ്റേഴ്സ്. നോറയ്ക്ക് 16 ഇയേഴ്സ് 16 വയസ്സാവാൻ പോവുകയാണ്. സോ അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് വുമണിൻ്റെ പോലെ ഒരു സ്കാർഫ് വെക്കണം എന്നുള്ളതാണ്. നിറയെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്കാർഫ് വെക്കണം എന്നുള്ളതാണ് നോറയുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. സോ അവൾക്ക് 16 വയസ്സാവാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ സ്കാർഫ് വെക്കാം. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവൾ ആഗ്രഹിക്കുന്ന പോലത്തെ വളരെ ബ്യൂട്ടിഫുള്ളും സീരിയസ് ആയിട്ടുള്ളൊരു സ്കാർഫ് വാങ്ങാനായിട്ട് റീത്ത വിൻറ്റേഴ്സ് തീരുമാനിക്കും. സോ ആ ഒരു സ്കാർഫിനായിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ് റീത്ത വിൻറ്റേഴ്സ്. Nora wanted something in a bright blue with perhaps some yellow dashes. As she moved from one boutique to the next, Mrs. Winter began to form a very definite idea of the scarf that she wanted for Nora. The scarf became an idea. It must be brilliant and subdued at the same time, finely made, but with a secure sense of its own shape. Nora had always been a bravely undemanding child. Once she was 4 or 5, she told her mother how she controlled her bad dreams at night. ഫ്രഞ്ച് വുമൺ ധരിച്ചിരുന്ന അതുപോലെയുള്ള ഒരു സ്കാർഫ് ധരിക്കാനായിരുന്നു നോറയ്ക്ക് ഇഷ്ടം. ബ്രൈറ്റ് ബ്ലൂ കളറിൽ യെല്ലോ ഡാഷസ് ഉള്ള സ്കാർഫ് വാങ്ങാനായിരുന്നു നോറ ആഗ്രഹിച്ചിരുന്നത്. നോറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്കാർഫ് കിട്ടാനായി റീത്ത വിൻറ്റേഴ്സൺ ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഓരോ കടയിൽ നിന്നും
കടയിലും ചെന്ന് അവിടുത്തെ സ്കാർഫ് നോക്കി, അതൊന്നും ഇഷ്ടപ്പെടാതെ വീണ്ടും അടുത്ത കടയിൽ പോയി, വീണ്ടും അവിടുത്തെ സ്കാർഫ് നോക്കി. അതൊന്നും നോറയ്ക്ക് ഇപ്പോഴും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം കൊടുക്കാനായിരുന്നു റീത്ത വിൻറ്റേഴ്സ് ആഗ്രഹിച്ചത്. ബിക്കോസ് നോറ എപ്പോഴും ഒരു അൺഡിമാൻഡിങ് ചൈൽഡാണ്. നോറ ഒന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്ന് കൊടുക്കാനായിരുന്നു റീത്ത വിൻറ്റേഴ്സ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഓരോ ബൊട്ടിക്കിൽ നിന്ന് അടുത്ത ബൊട്ടിക്കിലേക്ക് സ്കാർഫിനായി തിരഞ്ഞുകൊണ്ട് പോകുന്തോറും റീത്ത വിൻറ്റേഴ്സിൻ്റെ മനസ്സിൽ അവൾക്ക് മകൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങാൻ പോകുന്ന ആ ഒരു സ്കാർഫിനെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു രൂപം മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. റീത്ത വിൻറ്റേഴ്സിൻ്റെ മനസ്സിൽ അവൾ വാങ്ങാൻ പോകുന്ന ആ ഒരു സ്കാർഫിൻ്റെ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായി. അത് എലഗൻ്റ് ആയിരിക്കണം, അതേസമയം സിമ്പിളും ആയിരിക്കണം, ഫൈൻലി മെയ്ഡായിരിക്കണം, അത്രയും പെർഫെക്റ്റായി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നായിരിക്കണം ആ ഒരു സ്കാർഫ് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആവണം, ഒരുപാട് ബ്യൂട്ടിഫുൾ ആവണം, എന്നാൽ അത്രയും തന്നെ സിമ്പിളും ആവണം, ഏറ്റവും പെർഫെക്റ്റ് ഷേപ്പിലുള്ളതും ആവണം. അങ്ങനെ ഒരു സ്കാർഫിനായിട്ടാണ് റീത്ത വിൻറ്റേഴ്സ് തിരഞ്ഞു നടക്കുന്നത്. നോറ മറ്റു കുട്ടികളെപ്പോലെ ഒന്നും ആയിരുന്നില്ല. ഏറ്റവും ഇൻഡിപെൻഡൻ്റായി ഒട്ടും അൺഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഒരു കാര്യത്തിനും വാശി പിടിക്കാത്ത അങ്ങനെ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു നോറ. അതുകൊണ്ട് തന്നെ നോറയ്ക്ക് കൊടുക്കുമ്പോൾ, നോറയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആവണമെന്ന് റീത്ത വിൻറ്റേഴ്സ് ആഗ്രഹിച്ചിരുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, നോറയ്ക്ക് 4-5 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മയോട് പറഞ്ഞിരുന്നു അവൾ ആ ഒരു പ്രായത്തിൽ കാണുന്ന ബാഡ് ഡ്രീംസിനെ, നൈറ്റ് മെയർസിനെ അവൾ എങ്ങനെയാണ് സ്വയം കൺട്രോൾ ചെയ്തിരുന്നതെന്ന്. ഇപ്പോൾ ഒരു 4-5 വയസ്സിലൊരു കുട്ടി നൈറ്റ് മെയർ കണ്ട, ഒരു ദുസ്വപ്നം കണ്ടാൽ പേടിച്ച് കരയും, അമ്മയോട് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അവളത് സ്വയം കൺട്രോൾ ചെയ്ത് അതെങ്ങനെ അവൾ കൺട്രോൾ ചെയ്തെന്നുള്ള കാര്യമാണ് അമ്മയോട് പറഞ്ഞത്. സോ അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും അത്രയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കാർഫ് വാങ്ങണം എന്നുള്ളതാണ് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹം. സോ അത് പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആക്കണം എന്ന് റീത്ത വിൻറ്റേഴ്സും വിചാരിച്ചു. Then at last Mrs. Winter had the sight of Nora's scarf. It flowed in her view. It was patterned from end to end with rectangles, each subtly out of alignment. Blue, yellow, green, a kind of pleasing violet, and each of these shapes was outlined by black color. $60 was its cost. In Baltimore, Mrs. Winters had to meet her friend, Gwen, who was with her in the same women's writing group in Lancaster. 5 years ago, she became writer in residence for a small women's college in Baltimore. Gwen had made sacrifices for her young student husband. She had her navel closed by a plastic surgeon because her husband complained that it smelled off. അങ്ങനെ ഓരോ ബൊട്ടിക്ക് കയറി ഇറങ്ങി അവസാനം മിസ്സസ് വിൻറ്റർ തൻ്റെ മകളായ നോറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റായ ഒരു സ്കാർഫ് കണ്ടെത്തുകയാണ്. ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഫുൾ ഡിഫറെൻറ്റ് കളറുള്ള റെക്റ്റാങ്കിൾസാണ്. അത് ഓരോ റെക്റ്റാങ്കിൾസും ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കാർഫാണ് മിസ്സസ് വിൻറ്റർ തിരഞ്ഞെടുക്കുന്നത്. അതിന് $60 ആ ഒരു സ്കാർഫിനായിട്ട് അവൾ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവൾ ഉദ്ദേശിച്ച അതേപോലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കാർഫ് കിട്ടിയതിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ അവൾ അവിടെ നിന്ന് പോരും. ഇനി ബാൾട്ടിമോറിലേക്ക് പോകുമ്പോൾ ബാൾട്ടിമോർ എന്ന സ്ഥലത്തേക്കാണ് മിസ്സസ് വിൻറ്റേഴ്സ് പോകുന്നത്. അവിടെ അവൾക്ക് അവളുടെ ഫ്രണ്ടായ ഗ്വന്നിനെ കാണാനുണ്ട്. ഗ്വന്നും അതുപോലെ മിസ്സസ് വിൻറ്ററും ഒരുമിച്ച് ഒരു വുമൻസ് റൈറ്റിംഗ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഒരു വുമൻസ് റൈറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ലങ്കാസ്റ്ററിൽ. അവിടെ മിസ്സസ് വിൻറ്ററും അതുപോലെ ഗ്വന്നും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അവർ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരിക്കുന്ന സമയത്ത് ഗ്വൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. അവരായിരുന്നു നമ്മുടെ മിസ്സസ് വിൻറ്റേഴ്സും മറ്റുള്ളവരൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്ന ആളായിരുന്നു ഗ്വൻ. കാരണം ഗ്വന്നായിരുന്നതിൽ ഏറ്റവും ബ്രില്യൻ്റായിട്ട് നന്നായി എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. സോ അതിനുശേഷം 5 വർഷം മുൻപ് ഗ്വന്നിന് ബാൾട്ടിമോറിലെ ഒരു വുമൻസ് കോളേജിൽ ഒരു ജോലി കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഒരു സ്റ്റുഡൻറ്റിനെ തന്നെ ഗ്വന്നിൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ തന്നെ കല്യാണം കഴിക്കും.
അങ്ങനെ ആ സ്റ്റുഡൻറ്റിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഹസ്ബൻഡായിട്ടുള്ള ആ യങ് സ്റ്റുഡൻറ്റിനെ ഗ്വെന്നിന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസസ് ഗ്വെൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും ഓക്വേർഡായിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഗ്വെൻ തൻ്റെ നേവൽ അടയ്ക്കുകയാണ്. പൊക്കിൾ പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് അടയ്ക്കണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിന് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത കാരണം അവൾ അത് പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് അടപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സാക്രിഫൈസസ് അവൾ ഹസ്ബൻഡിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്. When Mrs. Winter reached Baltimore, she decides to meet her old friend Gwen in a restaurant. This naval-less state, more than anything, became her symbol of regret and anger. Mrs. Winters met Gwen at the cafe pier. Gwen had changed considerably in dressing and appearance. Her head was covered, and Mrs. Winters wondered if Gwen was undergoing chemotherapy and suffering hair loss. But her face was fresh. After talking for some time about the book, she showed the scarf to her. Gwen commented that you invented it, created it out of your imagination. ആ ഒരു നേവലില്ലാത്ത ആ ഒരു നേവൽലെസ് സ്റ്റേറ്റ് ഗ്വെന്നിനെ ഒരു റിഗ്രറ്റിൻ്റെയും ആങ്കറിൻ്റെയും ഒരു സിമ്പിളാക്കി മാറ്റി തീർത്തു. മിസ്സസ് വിൻറ്റർ ഗ്വെന്നിനെ ഒരു കോഫി ഹൗസിൽ വെച്ച് കാണുകയാണ്. അവിടെ വെച്ച് കാണുമ്പോൾ ഗ്വെൻ പൂർണ്ണമായി മാറിയിരിക്കുന്നു. പണ്ടത്തെ പോലെ അത്രയും സ്മാർട്ടായിട്ടുള്ളൊരു ഗേളിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. അവരുടെ ഡ്രസ്സിങ്ങും അപ്പിയറൻസും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. അവരുടെ തലയൊക്കെ ഒരു ഷോൾ വെച്ച് മറച്ചിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വിൻറ്റേഴ്സിന് തോന്നും ഗ്വെന്നിന് വല്ല കീമോതെറാപ്പി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കുമോ, അതുകൊണ്ടായിരിക്കും അവർക്ക് മുടി കൊഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് അവർ മുടി ഇങ്ങനെ തല ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നതെന്ന് മിസ്സസ് വിൻറ്റേഴ്സിന് തോന്നുകയാണ്. പക്ഷെ അവളുടെ മുഖം വളരെ ഫ്രഷ് ആയിരിക്കും. അങ്ങനെ അവർ കുറച്ച് നേരം മിസ്സസ് വിൻറ്റേഴ്സ് എഴുതിയിരിക്കുന്ന ബുക്കിനെ കുറിച്ച് സംസാരിക്കും. ഗ്വെൻ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ മിസ്സസ് വിൻറ്ററിനോട് പറയുകയും ചെയ്യും. അതിനുശേഷം ഇപ്പോൾ മിസ്സസ് വിൻറ്ററിന് ഏറ്റവും സന്തോഷമുണ്ടായ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു സാറ്റിസ്ഫൈഡായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കാർഫ് വാങ്ങുക എന്നുള്ളതാണ്. സോ ആ ഒരു സ്കാർഫ് ഗ്വെന്നിന് കാണിച്ചു കൊടുക്കാനൊരു ആഗ്രഹം തോന്നി. മിസ്സസ് വിൻറ്റർ ആ സ്കാർഫ് നോറയ്ക്ക് വേണ്ടി വാങ്ങിച്ച സ്കാർഫ് ഗ്വെന്നിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്വെൻ പറയുന്നതാണ് യു ഇൻവെൻറ്റഡ് ഇറ്റ്, ക്രിയേറ്റഡ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഇമാജിനേഷൻ. അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഗ്വെൻ പറയുന്നത്. ഗ്വെന്നിൻ്റെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിലും റൈറ്റിംഗ് സ്കില്ലിനെയൊക്കെ അത്രയും ആരാധിച്ചിരുന്ന മിസ്സസ് വിൻറ്ററിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. താൻ തിരഞ്ഞെടുത്തൊരു കാര്യം ഗ്വെന്നിന് ഇഷ്ടമായി എന്ന് കേട്ടപ്പോൾ മിസ്സസ് വിൻറ്ററിന് ഒരുപാട് സന്തോഷമാവും. She was so happy to hear such a comment from Gwen. She almost cried herself. She had not expected anyone to understand how she felt. Mrs. Winters watched Gwen roll the scarf back into the fragile paper. She took her time, tucking in the edges with her fingertips. Then she slipped the parcel into her plastic bag, spilling more freely now. She thanked Rita. You don't know what you have given me today. താൻ അത്രയും കഷ്ടപ്പെട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ച ആ ഒരു സ്കാർഫ് ഗ്വെന്നിന് ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ റീത്തയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ഗ്വെൻ തൻ്റെ സന്തോഷം ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണെന്നൊക്കെ പറഞ്ഞ് റീത്തയോട് പ്രശംസിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആ സ്കാർഫ് എടുത്ത് പൊതിയാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ അവൾ ശ്രദ്ധിച്ച് പൊതിഞ്ഞ് അവസാനം അവളത് അവളുടെ ബാഗിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഗ്വെൻ തൻ്റെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറിലേക്ക് ആ സ്കാർഫ് ഇട്ടുകൊണ്ട് റീത്തയോട് പറയും, നിനക്കറിയില്ല നീ എന്താണ് എനിക്കിന്ന് തന്നതെന്ന്. അങ്ങനെ അവൾ വളരെ സന്തോഷത്തോടെ ആ സ്കാർഫ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കൈ പിടിക്കുകയാണ്. She wondered why the scarf, half an ounce of silk, why so important to Gwen. She looked at Gwen and then down at her hands, her wedding band, her engagement ring, a little diamond thingamajig from the 60s. She thought of her 3 daughters and her mother-in-law, her own dead mother, with her slack charms and her need to relax by painting china. At the end of the story, Mrs. Winters philosophizes that none of us is going to get what we want. Gwen ആ സ്കാർഫ് തൻ്റെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ചതിന് ശേഷം ഒരുപാട് സന്തോഷിക്കുകയാണ്. അത് കണ്ട് റീത്ത വിൻറ്റേഴ്സ് ആകെ ആശ്ചര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ സിൽക്ക്
പീസ് അവൾക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഗവന്നിന് എന്തുകൊണ്ടാണ് ആ ഒരു സ്കാർഫ് കൊടുത്തപ്പോൾ എത്രയും സന്തോഷിച്ചതെന്ന് അവൾ ചിന്തിക്കുകയാണ്. അതിനുശേഷം അവൾ തൻ്റെ വെഡ്ഡിങ് ബാൻഡിലേക്കും തൻ്റെ വെഡ്ഡിങ് റിങ്ങിലേക്കും നോക്കുകയും തൻ്റെ 3 പെൺകുട്ടികളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മായിയമ്മയെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവൾക്ക് തോന്നുകയാണ്, അവൾക്ക് മനസ്സിലാവുകയാണ്, ഒരാൾക്കും ഈ ജീവിതത്തിൽ തങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം കിട്ടില്ല. നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാലും നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്കൊരിക്കലും കിട്ടില്ല എന്നാണ് അവൾക്ക് മനസ്സിലാവുന്നത്. We ask questions ourselves endlessly, but not sternly enough. The world is not ready for us. It hurts her to say that. We are too kind, too willing, too unwilling to. Reaching out blindly with a grasping hand, but not knowing how to ask for what we do not even know we want. This is how the story ends. വളരെ ഫിലോസഫിക്കലായിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അതിൽ ആ ഒരു സ്കാർഫ് ഗൻ വാങ്ങുമ്പോൾ മിസ്സസ് വിൻ്റർ അനുഭവിക്കുന്ന ആ ഒരു റിയലൈസേഷൻ, തൻ്റെ ലൈഫിനെക്കുറിച്ചും തൻ്റെ മക്കളുടെ ലൈഫിനെക്കുറിച്ചിട്ടും സ്ത്രീത്വത്തെക്കുറിച്ചൊക്കെ അവൾ ചിന്തിക്കുമ്പോൾ അവൾക്ക് തോന്നുന്ന അവളുടെ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഈ ഒരു കഥ എൻഡ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു മിസ്സസ് വിൻ്റർ, വി ആസ്ക് ക്വസ്റ്റ്യൻസ് ourselves but not sternly enough, and the world is not ready for us because we are too kind, too willing and too unwilling to.